അറിയപ്പെടുന്ന ഇവന്റ് ഓർഗനൈസറായ സംസ്കൃതി ഇവന്റ്സ് ചെയർമാൻ ശ്രീ അഭിരാം സാറിനെ ഞാൻ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്പോർട്സിൽ ഫസ്റ്റ് പ്രൈസ് അനു, ഡോട്ടർ ഓഫ് വസുന്ധര. Fancy dress competition first prize Unni, Anu and Kirti. മൂന്ന് കോമ്പറ്റീഷനിലും നിങ്ങളുടെ മകൾ ഫസ്റ്റ് പ്രൈസ് വാങ്ങിയിരിക്കുകയാണ് സർ. കൺഗ്രാറ്റ്സ്. താങ്ക് യു. അമ്മ എന്താ ഉണ്ണി? ഞാൻ ഓട്ടോയില് വീട്ടിലേക്ക് പോയി അനു മത്സരത്തിൽ ജയിച്ചു എന്ന് മുത്തശ്ശനും മുത്തശ്ശിയോടും വല്യമ്മയോടും ഒക്കെ പറഞ്ഞിട്ട് അനുവിനൊരു സർപ്രൈസ് വെൽക്കം പ്ലാൻ ചെയ്യാം. ഓക്കെ? ഓക്കെ ഉണ്ണി, സൂക്ഷിച്ചു പോണേ. നമ്മൾ വിചാരിച്ചതുപോലെ അനു ജയിച്ചു ആന്റി. ഇനി ക്ലൈമാക്സ് പ്ലാൻ ചെയ്താലോ? അതിനല്ലേടി നമ്മൾ വന്നിരിക്കുന്നേ. ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്ന വസു കരഞ്ഞ മുഖത്തോടെ വീട്ടിലേക്ക് പോണം. നമുക്ക് പ്ലാൻ ചെയ്യാം. മോളെ ഭാവനെ, അച്ഛാ കുറച്ച് വെള്ളം കൊണ്ടുവരാമോ? കൊണ്ടുവരാ അച്ഛാ. അച്ഛാ ആരെയാ മോളെ കാത്തു നിൽക്കുന്നേ? കുട്ടികൾ ഇതുവരെ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നില്ലല്ലോ അച്ഛാ. ഞാനും കുട്ടികളെ കാത്തിരിക്കുകയാണ് ഭാവനെ. മത്സരത്തിൽ മക്കൾ രണ്ടുപേരും വിജയിച്ചോ എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നേ? എന്റെ ചിന്ത മുഴുവൻ അനുവിനെ പറ്റിയാണ് അച്ഛാ. അവൾ ഈ മത്സരത്തിന്റെ പേരിൽ ഒരുപാട് പേടിച്ചിരുന്നു. അബിക്കും അനുവിനും വസു ധൈര്യം കൊടുക്കുന്നുണ്ട്. അനു മത്സരത്തിൽ ജയിച്ചാൽ അവളുടെ ഉള്ളിലെ ആത്മവിശ്വാസം വർദ്ധിക്കും. വീട്ടിലെ വസു, സ്കൂളിലെ ഉണ്ണി, രണ്ടുപേരും അനുവിനെ എൻകറേജ് ചെയ്യുന്നുണ്ടല്ലേ ജയന്തി? ഉണ്ണി വാ മോനെ. ഉണ്ണി, ബാക്കിയുള്ളവരൊക്കെ എവിടെ? കുറച്ച് കഴിയുമ്പോ എല്ലാരും ഇങ്ങ് എത്തിക്കോളും മുത്തശ്ശി. പക്ഷെ അവര് വരുന്നതിന് മുന്നേ നമുക്കൊരു സർപ്രൈസ് വെൽക്കം പാർട്ടി അറേഞ്ച് ചെയ്യണം. സർപ്രൈസ് സെലിബ്രേഷനോ? എന്തിനാ ഉണ്ണി? അനു ജയിച്ചു മുത്തശ്ശ. സ്പോർട്സിലും ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിലും സ്പീച്ച് കോമ്പറ്റീഷനിലും എല്ലാത്തിലും അനുവിനാ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്.
അതേ ഉണ്ണി, എത്ര നല്ല സന്തോഷമുള്ള കാര്യം നീ പറഞ്ഞേ. അതെ വല്യമ്മ, ഇത് നമ്മളെല്ലാവർക്കും വലിയൊരു ഗുഡ് ന്യൂസ് ആണ്. അതുകൊണ്ടാ അനുവിന് വേണ്ടി സർപ്രൈസ് സെലിബ്രേഷൻ പ്ലാൻ ചെയ്യാനാ ഞാൻ സ്കൂളിൽ നിന്ന് നേരത്തെ തന്നെ വീട്ടിലേക്ക് വന്നത്. അനു വന്ന ഉടനെ എന്നെ സർപ്രൈസ് കൊടുക്കണം. നല്ല ചിന്തയാണല്ലോ ഉണ്ണി. പിന്നെ ഉണ്ണി, നീ ഒരു മത്സരത്തിലും ജയിച്ചില്ലേ? ഞാൻ ജയിക്കുന്നത് ഇപ്പൊ പ്രധാനമല്ല മുത്തശ്ശി, അനു ജയിക്കുന്നതാണ് ഇപ്പൊ ഇമ്പോർട്ടന്റ്. അങ്ങനെയല്ല ഉണ്ണി, നീ ഒന്നിലും ജയിച്ചില്ലേ എന്നാ അമ്മമ്മ ചോദിക്കുന്നത്. അനുവും കീർത്തിയും ജയിച്ചാല് ഞാൻ ജയിച്ചതുപോലെ തന്നെയാ മുത്തശ്ശ. അവര് ഹാപ്പി ആയിട്ടിരിക്കുവാണെങ്കിൽ ഞാനും ഹാപ്പിയാണ് മുത്തശ്ശ. ഉണ്ണി, അനുവിനും കീർത്തിക്കും ദൈവം നിന്റെ രൂപത്തിൽ ഒരു നല്ല ഏട്ടനെ കൊടുത്തിരിക്കുക. ഒരിക്കലും ഇല്ല മുത്തശ്ശി, അനുവിനെയും കീർത്തിയും ഈശ്വരനാണ് എനിക്ക് അനിയത്തിമാരായിട്ട് തന്നത്. മുത്തശ്ശി, മുത്തശ്ശ, വല്യമ്മേ, അനു വരുമ്പം നമുക്ക് അവൾക്ക് വലിയ സർപ്രൈസ് കൊടുക്കണം. ഇതൊരു മെമ്മറബിൾ ഡേ ആക്കി മാറ്റണം. അങ്ങനെ ആയിക്കോട്ടെ ഉണ്ണി, മോൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. താങ്ക് യു മുത്തശ്ശ. കൺഗ്രാറ്റ്സ് അബ്രാം സർ, നിങ്ങളെപ്പോലെ നിങ്ങളെ കുട്ടികൾക്ക് നല്ല കഴിവുണ്ട്. താങ്ക് യു സോ മച്ച്. അതെ അബി, പ്രത്യേകിച്ച് നിന്റെ മകൾ അനുവിന്റെ സ്പീച്ച് അത് വളരെ നന്നായിരുന്നു. താങ്ക് യു. നിങ്ങളുടെ മോളുടെ സ്പീച്ച് കേട്ടിട്ട് ശരിക്കും ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞുപോയി. നിങ്ങൾ ക്രെഡിറ്റ് അറിയേണ്ടത് എനിക്കല്ല, എല്ലാ ക്രെഡിറ്റ്സും കൊടുക്കേണ്ടത് വസുന്ധരയ്ക്കാണ്. കാരണം എന്താന്ന് വെച്ചാ രാവും പകലും ഇവർക്ക് ട്രെയിനിങ് കൊടുത്തത് അവളാണ്. കൺഗ്രാറ്റുലേഷൻസ് അനു, നീ നന്നായി സ്പീച്ച് ചെയ്തു. നോക്കുമോളെ, നീ ഇത്ര നന്നായിട്ട് സ്പീച്ച് ചെയ്യുമെന്ന് ഞാൻ ഇന്നാ അറിഞ്ഞത്. പേടിയൊന്നും ഇല്ലാതെ നീ എത്ര ഭംഗിയായിട്ടാ സംസാരിച്ചേ, എന്റെ ചക്കര കുട്ടി. അത് പിന്നെ അനു, നിന്റെ അമ്മ എവിടെ പോയി? നീ വിൻ ചെയ്യുകയാണെങ്കിൽ നിന്റെ അമ്മ തിരിച്ചു വരുമെന്ന് അവര് നിനക്ക് പ്രോമിസ് ചെയ്തതല്ലേ, അതെന്താ ഇതുവരെ വരാത്തെ? നീ ഇവിടെ എങ്ങനെ നിക്കാതെ ആ വസുവിന്റെ അടുത്ത് പോയിട്ട് അമ്മ എവിടെന്ന് ചോദിക്കേ. ചെല്ല് ചെല്ല് ചെല്ല്, വേഗം ചെല്ല്. അച്ഛാ, എന്താ മോളെ, നമുക്ക് വീട്ടിലേക്ക് പോയല്ലോ. ഞങ്ങളുടെ അമ്മ എവിടെ? പറയ് അച്ഛാ. ഞാൻ വിൻ ചെയ്താല് എന്റെ അമ്മ വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. എന്താ അമ്മ ഇതുവരെ വരാത്തത്? അനു, ഇവിടെയുള്ള എല്ലാവരും കാണുന്നുണ്ട്. വാ, നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം. ഓക്കെ, വാ. എനിക്ക് വാക്ക് തന്നതല്ലേ, എന്റെ അമ്മ എവിടെ? ഞാൻ തന്നെയാ മോളെ നിന്റെ അമ്മ. നിങ്ങൾ എന്റെ അമ്മയല്ല. ഞങ്ങളുടെ അമ്മ എവിടെയുണ്ടെന്ന് പറയേ. അനു, ബഹളം വയ്ക്കരുത്. ഇവിടെയുള്ള എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുവാണ്. എനിക്ക് എന്റെ അമ്മയെ വേണോ അച്ഛാ? എവിടെയാണെന്ന് പറയേ. ഞാൻ വിൻ ചെയ്താൽ എന്റെ അമ്മ വരുമെന്ന് ഇവര് പറഞ്ഞല്ലോ. ഞാൻ തന്നെയാ മോളെ നിന്റെ അമ്മ, നിന്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. പക്ഷെ നിങ്ങൾ എന്റെ അമ്മയല്ലാന്ന് ഞാൻ പറഞ്ഞതല്ലേ. നിന്റെ അമ്മ ജീവിച്ചിരിപ്പില്ല, ഇനി തിരിച്ചു വരാനും പോകുന്നില്ല. ആ കാര്യം മോൾക്കും അറിയാവുന്നതല്ലേ. അപ്പോ ഇവരെന്നോട് കള്ളം പറഞ്ഞതാണോ?
എന്നെ ചീറ്റ് ചെയ്തതാണോ? അങ്ങനെയല്ല അനു. നിങ്ങൾ എന്നെ ചീറ്റ് ചെയ്തു. ഐ ഹേറ്റ് യു, ഐ ഹേറ്റ് യു, ഐ ഹേറ്റ് യു. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. ഇനി എന്നോട് മിണ്ടരുത്, എന്നെ നോക്കരുത്. അനു, നിന്നെ ജയിപ്പിക്കാൻ വേണ്ടിയാ അമ്മ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. ഇല്ല അച്ഛാ, എന്നെ മോഹിപ്പിച്ചതാ. എന്നെ ചീറ്റ് ചെയ്തു. എന്റെ അമ്മ ഇവിടെ വരുമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചെന്നറിയോ? അമ്മയെ കാണാൻ പറ്റുമെന്ന് ഓർത്ത് ഞാൻ സന്തോഷിച്ചു. ഇവരെന്നെ ശരിക്കും നിരാശയാക്കി അച്ഛാ. സോറി അനു, ഞാനിതൊക്കെ വേണമെന്ന് വെച്ചിട്ട് ചെയ്തതല്ല. മത്സരത്തിൽ പങ്കെടുക്കുന്ന കാര്യം ഓർത്ത് നീ ഒരുപാട് പേടിച്ചിരുന്നു. നിനക്ക് ധൈര്യം കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ പറഞ്ഞത് മോളെ. നിന്നെ കൊണ്ട് എന്തും ചെയ്യാൻ സാധിക്കുമെന്ന് പ്രൂവ് ചെയ്യാനും നിന്നിൽ നിനക്കൊരു വിശ്വാസം ഉണ്ടാകാനും ഒരു ചെറിയ കള്ളം പറഞ്ഞു, അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ നിന്റെ അമ്മയാ. മോൾക്ക്, കീർത്തിക്ക്, ഉണ്ണിക്ക് എല്ലാവർക്കും ഞാൻ അമ്മയാ. അല്ല അല്ല അല്ല, നിങ്ങൾ എന്നോട് സംസാരിക്കണ്ട. നിങ്ങളുടെ ഫേസ് കാണുന്നത് തന്നെ എനിക്ക് തീരെ ഇഷ്ടമല്ല. വല്യമ്മേ, ഡെക്കറേഷനൊക്കെ കംപ്ലീറ്റ് ആയോ? കഴിയാറായി ഉണ്ണി. വേഗം കംപ്ലീറ്റ് ആക്കും വല്യമ്മേ. അനു വരാൻ ടൈം ആയിക്കൊണ്ടിരിക്കുവല്ലേ. വല്യച്ഛ, ചെറിയച്ഛ, ഡെക്കറേഷനൊക്കെ പെട്ടെന്ന് ചെയ്യ്. അവൾ ഇപ്പൊ എത്തും. ഉണ്ണി വിൻ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ആഘോഷം ഉണ്ടാവായിരുന്നില്ല. അനു ജയിച്ച ഞാൻ ജയിച്ചതുപോലെ ചെറിയച്ഛ. അവള് വീട്ടിലേക്ക് വരുമ്പോ സർപ്രൈസ് ആയി പോണം. അതിനുവേണ്ടിയല്ലേ ഉണ്ണി ഇതൊക്കെ ഒരുക്കിയിരിക്കുന്നേ. മുത്തശ്ശ, അനുവിന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് അവളെ ആശീർവദിക്കണം. മുത്തശ്ശി, അനു വരുമ്പം അവൾക്ക് ആരതി ഒഴിഞ്ഞു കൊടുക്കണം. ഉണ്ണി, നിന്റെ പെങ്ങന്മാര് അമേരിക്കന്നോ ദുബായിന്നോ ഒന്നുമല്ല ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇത്രയ്ക്ക് ആഹ്ലാദം വേണോ? വല്യമ്മേ, കാറിന്റെ സൗണ്ട് കേൾക്കുന്നില്ലേ? അനു വന്നെന്നാ തോന്നുന്നു. പെട്ടെന്ന് തന്നെ ആരതിക്ക് വേണ്ട ഏർപ്പാട് ചെയ്യ്. നിക്കനു, വല്യമ്മ നിനക്ക് വേണ്ടി ആരതി കൊണ്ടുവരുന്നുണ്ട്. മുത്തശ്ശി നിനക്ക് ആരതി ഒഴിഞ്ഞു തരും. അതിനുശേഷം നീ വീട്ടിൽ കയറിക്കോ. എനിക്ക് ആരുടെ അനുഗ്രഹം വേണ്ട. അനു, 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 എന്താ മോളേനു, ആരതി ഒഴിയുന്നതിന് മുമ്പ് എന്തിനകത്തേക്ക് വന്നേ? എനിക്കതൊന്നും വേണ്ട. അല്ല, നീ വിൻ ചെയ്തല്ലോ അനുമോളെ. നിനക്ക് വേണ്ടി നിന്റെ ജ്യേഷ്ഠൻ ഉണ്ണി എന്തൊക്കെ അറേഞ്ച്മെന്റ്സാ ചെയ്തിരിക്കുന്നേ. നിനക്ക് വേണ്ടി കേക്ക് വരെ വാങ്ങിയിരിക്കുക. എനിക്ക് കേക്കും വേണ്ട, ഒന്നും വേണ്ട. എന്നോട് ആരും സംസാരിക്കണ്ട. എന്തു പറ്റി അനു? നീ ജയിച്ചോന്ന് ഉണ്ണി പറഞ്ഞല്ലോ, പിന്നെ എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഞാൻ ജയിച്ചതൊന്നും അല്ല, എന്നെ പറ്റിച്ചതാ. ഇവരാണ് എന്നെ പറ്റിച്ചത്.
ഞാൻ സ്കൂൾ മുതലേ ശ്രദ്ധിക്കാണല്ലോ. ബിഹേവ് യുവർ സെൽഫ്. കൊച്ചുവായിൽ വലിയ വർത്താനാണ് നീ പറയുന്നത്. വാട്ട്സ് റോങ് വിത്ത് യു? വലിയ ആൾക്കാർ ചെറിയ കുട്ടികളെ പറ്റിക്കുകയാണെങ്കിൽ ചെറിയ കുട്ടികൾ പിന്നെ വലിയ കാര്യങ്ങളെ പറയൂ. പറ്റിച്ചെന്നോ? ആരെന്ത് പറ്റിച്ചെന്ന്? അനുവിനെ ആര് പറ്റിച്ചെന്നാ പറയുന്നേ? വേറെ ആരാ? വസുവേട്ടത്തി അഭിയേട്ടനോ? വസു എന്തിനാ അനുവിനെ പറ്റിക്കുന്നേ? വസു എങ്ങനെയാ പറ്റിക്കുന്നേ? കഷ്ടപ്പെട്ടല്ലേ നിനക്ക് ട്രെയിനിങ് തന്നത്? അവളെ ജയിപ്പിച്ചില്ലേ? പാവം തന്റെ സ്വന്തം അമ്മ തിരിച്ചു വരുമെന്ന് വളരെ ആഗ്രഹത്തോടെ അനു തന്റെ ശരീരം പോലും നോക്കാതെ കഷ്ടപ്പെട്ട് എല്ലാ മത്സരങ്ങളും ജയിച്ചതല്ലേ. മരിച്ചുപോയ സന്ധ്യയേട്ടത്തിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലെന്ന് വസുവേട്ടത്തിക്ക് അറിയാവുന്നതല്ലേ? എന്നിട്ട് അനുവിനോട് കള്ളം പറഞ്ഞു. അനു കഷ്ടപ്പെട്ട് ജയിച്ചതിന് ശേഷം വസുവേട്ടത്തി അവരുടെ വാക്കുമാറി. അനുവിന്റെ അമ്മ താനാണെന്നും പറഞ്ഞു. പാവം അനുവിന് ഹേർട്ടായി. നീ ജയിക്കണമെന്ന് വിചാരിച്ച് വസു അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ മോളെ. അവരെന്റെ അമ്മയല്ല, എന്റെ അമ്മ വേറെയാ. ഇല്ല എന്റെ അനുമോളെ, വസുവേടത്തി അമ്മോളുടെ അമ്മ. അല്ല അല്ല അല്ല, അങ്ങനെ അല്ല അനുമോളെ, ഞാൻ പറയുന്ന കേക്ക്. I hate her. അനു, ഇനഫ്. ഇനി അധികം സംസാരിക്കരുത്. തെറ്റാണ്. ഡോണ്ട് സ്പീക്ക് ലൈക്ക് ദാറ്റ്. ഞാനല്ല തെറ്റ് ചെയ്തത്, അവരാണ്. അവരെന്നോട് കള്ളം പറയുന്നതാ, അവര് പറ്റിച്ചതാ. അവരെ കാണുമ്പോ എനിക്ക് ദേഷ്യം വരുന്നു. ഞാൻ അവരുടെ മുഖത്ത് നോക്കില്ല, ഒരിക്കലും നോക്കില്ല. അങ്ങനെ പറയല്ലേ അനു, അമ്മയ്ക്ക് വിഷമാവില്ലേ? ഇവര് നമ്മുടെ അമ്മയല്ലെന്ന് നിന്നോട് എത്ര തവണ പറയണം? എന്റെ അമ്മ തന്നെയാണ് നിന്റെ അമ്മ അനു. പ്ലീസ് ഒന്ന് കേക്ക് കട്ട് ചെയ്യാൻ. നിന്റെ അമ്മ എന്റെ അമ്മ ആവില്ല. എന്റെ അമ്മ മരിച്ചുപോയി. നിന്റെ അമ്മ എനിക്ക് വേണ്ട, നിന്നെ എനിക്ക് വേണ്ട, എനിക്ക് ആരെയും വേണ്ട. I hate all. കൊച്ചുകുട്ടികളുടെ മനസ്സിൽ കള്ളമില്ലെന്നാ പറയാറുള്ളത്. അവരുടെ മനസ്സിൽ നമ്മൾ മുറിവുകൾ ഉണ്ടാക്കരുത്. വസു ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റ് ചെയ്ത് ആവശ്യമില്ലാത്ത വാഗ്ദാനം കൊടുത്ത് അനുവിനെ വല്ലാതെ വേദനിപ്പിച്ചു. വസുവേട്ടത്തി ഇങ്ങനെയൊരു പ്രോമിസ് കൊടുത്തില്ലായിരുന്നെങ്കിൽ അനു ഇത്രയ്ക്കും ഹേർട്ട് ആവില്ലായിരുന്നു.
എന്തൊക്കെയായാലും മരിച്ചുപോയ ഒരാളെ തിരിച്ചു കൊണ്ടുവരാന്ന് എങ്ങനെയാ എടുത്തി പറയുന്നത്? ഞാൻ എന്തു പറഞ്ഞാലും ശരിയാകുന്നുള്ള അഹങ്കാരം. കൊച്ചുകുട്ടിയല്ലേ, എത്ര കള്ളം പറഞ്ഞാലും എത്ര തവണ പറ്റിച്ചാലും ഒന്നും മിണ്ടാതിരിക്കുന്നുള്ള ധൈര്യം. കൊച്ചുകുട്ടികൾ കള്ളം പറഞ്ഞാ അത് കാണാനും കേൾക്കാനും രസമുണ്ട്. എന്നാ കുട്ടികളോട് കള്ളം പറഞ്ഞാ ദാ ഇതുപോലൊക്കെ ആയിരിക്കും. ഒന്ന് നിർത്തേടത്തി.